മാസപ്പടി കേസിലെ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് മാത്യു കുഴൽനാടൻ. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തിരിച്ചടിയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ വേട്ടയാടാൻ വേണ്ടിയല്ല കേസ് നൽകിയതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെയൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. എനിക്ക് പിണറായി വിജയന്റെ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടോ അവരെ ടാർഗറ്റ് ചെയ്ത് ടാർണിഷ് ചെയ്ത് അവരെ ഇത് ചെയ്യണമെന്നോ ഓർത്തിട്ടല്ല. ഞാൻ ഈ കേസിനിറങ്ങിയത്, ഈ പോരാട്ടത്തിനിറങ്ങിയത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അടക്കം മറ്റ് നേതാക്കന്മാർക്കെതിരെയും പരാമർശമുണ്ടായിരുന്നു. എന്നാൽ ഹർജിക്കാരന് പിണറായി വിജയനെയും അല്ലെങ്കിൽ വീണ വിജയന്റെയും പേരിൽ മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ അപ്പീൽ പോകാന്നുള്ളതാണ്. ഈ ജഡ്ജ്മെന്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീല് മൂവ് ചെയ്യുന്നതായിരിക്കും. മാസപ്പടി കേസിലെ കോടതി വിധി നുണപ്രചാരണത്തിനേറ്റ തിരിച്ചടിയെന്ന് LDF കൺവീനർ EP ജയരാജൻ. VD സതീശനേക്കാൾ കേമനാണ് താൻ എന്ന് സ്ഥാപിക്കാനാണ് മാത്യു കുഴൽനാടൻ MLAയുടെ ശ്രമം. MLA സ്ഥാനം രാജിവെച്ച് മാത്യു കുഴൽനാടൻ ജനങ്ങളോട് മാപ്പ് പറയണം എന്നും EP ജയരാജൻ ആവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളും കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുക്കാനുണ്ടായോ? അവസാനം കോടതി തന്നെ പറഞ്ഞില്ലേ, ഒരു തെളിവുമില്ല, ഒരു കടലാസ് പോലും തരാനില്ല. ഒരു പരാതി എഴുതി കൊടുത്ത് കോടതിയുടെ സമയം വരെ കളയുകയല്ലേ ചെയ്തത്. ഒരു ശല്യക്കാരനായിട്ടുള്ള കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഈ ശല്യക്കാരനായിട്ടുള്ള ഒരാളെ മാറിയില്ലേ? ഈ നാടിന് തന്നെ അവമാനമല്ലേ? യഥാർത്ഥത്തിൽ കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം. നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ട അവസരമാണിത്. VA ഗിരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഗിരീഷ്, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ നൽകിയ പരാതിയിൽ വിജിലൻസ് കോടതി കേസ് വേണ്ട ഇപ്പോൾ എന്ന തീരുമാനം വന്നതാണ്, വിധി വന്നതാണ്. അതിനുശേഷവും പക്ഷേ വിവാദം തുടരുന്നുണ്ട്, വാക്പോര് തുടരുകയാണ് ഇരു കൂട്ടരും. ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറയുന്നു അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ അതേസമയം തന്നെ വിമർശനം ഉന്നയിക്കുകയാണ് LDF അല്ലെങ്കിൽ CPIM. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ വീണ്ടും മാസപ്പടി വിവാദം ചർച്ചയിൽ ഇടം പിടിക്കുന്നത്? BJPയും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന രീതിയിൽ വിമർശനവുമായി രംഗത്ത് എത്തിയിട്ടുണ്ടല്ലോ. ഗിരീഷ്, പ്രജൻ, കഴിഞ്ഞ കുറേ നാളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ആ മാസപ്പടി വിവാദം. സ്വാഭാവികമായും ഈ കേസിലുണ്ടാകുന്ന വിധി അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കും എന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. ഏതായാലും ഈ വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് CPIM-ഉം അതോടൊപ്പം തന്നെ ഇടതു നേതാക്കളും കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ച് ഈ കേസ് ഫയൽ ചെയ്ത മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഉന്നയിക്കുന്നത്. ഇത് കോൺഗ്രസിനെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അനാവശ്യമായി വേട്ടയാടുകയാണ് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം UDF-ഉം ചെയ്യുന്നത് എന്നുള്ളതാണ് CPIM-ഉം LDF-ഉം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇക്കാര്യത്തിൽ പല കേസുകളിലും എന്നതുപോലെ നേരത്തെ ഉയർന്നു വന്ന പല കേസുകളുണ്ട്. സ്പ്രിംഗ്ലറുണ്ട്, അതിനുശേഷം വന്ന സ്വർണ്ണക്കടത്ത് കേസുണ്ട്, നിരവധി ഇതുപോലെ ബന്ധപ്പെട്ട കേസുകളുണ്ട്. ഈ കേസുകളുടെ കൂട്ട് ഒരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങൾ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത്. എന്നാൽ കോടതിയിൽ നിന്ന് അതിന് തക്ക തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് CPIM ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇത് ഒരു വലിയ പ്രചരണ ക്യാമ്പയിനാക്കി മാറ്റി താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് CPIM ഇക്കാര്യത്തിൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ അതേസമയം തന്നെ BJP ആകട്ടെ ഇതിൽ ഒരു ഒത്തുകളി രാഷ്ട്രീയമുണ്ട് എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കി കോടതിയിൽ പോയി മുഖ്യമന്ത്രിക്ക് ഒരു ക്ലീൻ ചിറ്റ് വാങ്ങി നൽകുകയായിരുന്നു മാത്യു കുഴൽനാടൻ ചെയ്തത്. ഇത് ആരുടെ താല്പര്യം കൊണ്ടാണ് എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് UDF ആണ്, മാത്യു കുഴൽനാടനാണ്. ഈ കോടതി വിധി തിരിച്ചടിയാണ്, അപ്രതീക്ഷിതമാണ് എന്ന് UDF വിലയിരുത്തുന്നു. ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടൻ നൽകുന്ന ഒരു വിശദീകരണം, ഇതിൽ അഴിമതി ഉണ്ട്, അതുകൊണ്ട് പിണറായി വിജയനെ ശിക്ഷിക്കണം എന്നല്ല താൻ ആവശ്യപ്പെട്ടത്, മറിച്ച് ഇക്കാര്യങ്ങളുള്ള അഴിമതി അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം മാത്രമാണ് മുന്നോട്ട്. ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.